ഈ പാത്രിയാർക്കീസ് ബാവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണുകയാണ്, ന്യൂനപക്ഷ സമുദായത്തെ BJP നേതൃത്വം വളരെ ചേർത്ത് നിർത്തുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കാനായിട്ട് 2020 സാബു M. ജേക്കബും ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ നമ്മൾ നോക്കണം, കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കാനായിട്ട് BJP തീർച്ചപ്പെടുത്തിയിരിക്കുന്നതും ക്രൈസ്തവ മുഖങ്ങളാണ്. ഇതൊക്കെ ചില ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള വലിയ നീക്കമല്ലേ? വളരെ സത്യമാണ്. BJP അവരുടെ ആദ്യ സർവേ വ്യക്തമായി നടത്തിയിരിക്കുന്നത് കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങൾ, മധ്യ കേരളം ഒക്കെയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഗ്രിപ്പുണ്ടാകുന്ന സ്ഥലങ്ങൾ, ആ മണ്ഡലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൽ അവർക്ക് മനസ്സിലായ കാര്യം, ഹൈന്ദവ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിലൊരു വിജയം നേടുക അസാധ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് കാലക്രമത്തിൽ വോട്ട് കൂടിയേക്കാം, പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 20%, 25% അങ്ങേയറ്റം അതിൽ കൂടിയ ഒരു പെർസെൻറ്റേജ് നേടുക അസാധ്യമാണ്. നമുക്കറിയാം, 20% എന്ന് പറയുന്നത് തന്നെ നമ്മൾ കഴിഞ്ഞ 2024 പാർലമെൻറ്റിലാണ് കണ്ടത്. അതിനുശേഷം പോലും പിന്നീട് അത്രയും എത്താൻ കഴിഞ്ഞില്ല. 17.5% ഒക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, കാരണം എല്ലാ സ്ഥലത്തും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. അപ്പോൾ നിർത്തിയ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തങ്ങൾക്ക് ഒരു മണ്ഡലം പിടിക്കണമെങ്കിൽ ആവശ്യമായ വോട്ട് എന്ന് പറയുന്നത് കപ്പിനും ചുണ്ടിനും ഇടയിൽ പലപ്പോഴും നഷ്ടപ്പെടുന്നതാണ് കണ്ടത്. നമ്മൾ കണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വെറും 16,000 കിലോന് വോട്ടിന് 10 ലക്ഷം വരുന്ന വോട്ടർമാരുടെ ഇടയിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യം. എന്താണ്ട് വിജയിച്ചു എന്ന് കരുതിയ സന്ദർഭത്തിൽ തോറ്റുപോകുന്നു. ഇതിനു മുമ്പ് O. രാജഗോപാലിന് ഇതേ സിറ്റുവേഷൻ 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ മാത്രമല്ല, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ പരാജയം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും 89 വോട്ടിന്, 400 ചില്ലുവാന വോട്ടിന് ഒക്കെ തോറ്റുപോവുക. അപ്പോൾ എത്രയും വലിയ ഫൈറ്റ് നടത്തിയിട്ടും വലിയ നേതാക്കൾക്ക് പോലും ചിലപ്പോൾ വിജയം കൈവരിക്കാൻ കഴിയാത്തത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഘടന കൊണ്ടാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ, കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷവുമല്ല. 50%-ൽ ഒരല്പം കൂടെ എന്തെങ്കിലുമേ ഹിന്ദുവിൻ്റെ വോട്ട് നമുക്ക് പറയാൻ പറ്റും. ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന് ഏതാണ്ട് 48% അടുപ്പിച്ച് വരുന്നു. മറ്റു വിഭാഗങ്ങളെല്ലാം കൂടെ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ ശക്തമാണ്. അവരുടെ വോട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ക്രിസ്ത്യാനിയുടേതും ഇപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. 18% ഉള്ളത് പൂർണ്ണമായും അതുപോലെ കോൺസെൻട്രേറ്റ് നിൽക്കുകയാണ്. മുസ്ലിമിൻ്റേത് 30%-ഓളം വരുമെന്നാണ് അനൗദ്യോഗികമായ കണക്ക്. അപ്പോൾ രണ്ടും കൂടെ ഏതാണ്ട് 48.5% വരുന്നുണ്ട്. ബാക്കിയിൽ കുറച്ച് മറ്റ് ജാതി മത വിഭാഗങ്ങളുണ്ട്. ബുദ്ധന്മാർ, ജൈനന്മാർ, ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വിഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ട് എല്ലാം വരുമ്പോൾ ഒരു 51%-അപ്പുറം എന്തായാലും ഹിന്ദു ഇല്ല. 51% തന്നെ കിട്ടുമെന്ന് സംശയമാണ്. ഈ 51%-ൽ ഏതാണ്ട് ഒരു 25% കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലുമായിട്ട് വോട്ട് പോകുന്നുണ്ട്. അതിൽ മേജർ മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്. ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് നിലകൊള്ളുന്നത്. അവരിൽ നിന്ന് ബാക്കി വരുന്നതേ BJPക്ക് നേടാൻ കഴിയുന്നു. അപ്പോൾ മുസ്ലിം വോട്ടുകൾ അത്തരത്തിൽ കിട്ടാനുള്ള സാഹചര്യം ഇപ്പോഴൊട്ടുമില്ലാത്തത് കൊണ്ട് ഇനി പ്രതീക്ഷിക്കാവുന്ന ഒരു വോട്ട് ശക്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ നമ്മൾ 18% എന്ന് റഫായി പറയുന്നെങ്കിലും എറണാകുളം 33% ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്. തൃശ്ശൂർ 29, ഏകദേശം 30% ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്. ഇടുക്കി 38% ക്രിസ്ത്യൻ വോട്ട്. 45-48% കോട്ടയം. അതുപോലെ തന്നെ 35% പത്തനംതിട്ട. എന്തിന് ആലപ്പുഴ പോലും 21% മലപ്പുറത്ത് പോലും 6% ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് അതുപോലെ തന്നെ 15%-ഓളം അധികം ഉണ്ട്.
ഹിന്ദു ബെൽറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കൊല്ലം. അവരെ നായർ കാൻഡിഡേറ്റ് ആണ് പലപ്പോഴും പാർലമെന്റിലേക്ക് ജയിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെയും 15% വോട്ടുണ്ട്. കാസർഗോഡ് 17% വോട്ടുണ്ട്. അപ്പം ഇതൊക്കെ വളരെ നിർണായകമാണ്. ഈ അനന്തമായി നീളുന്ന ഈ സഭാ തർക്കത്തിലാണ് പ്രധാനമന്ത്രി ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ സഭാ തർക്കത്തിൽ ഇടപെടുന്നതിനാണ്, എല്ലാ തർക്കത്തിലും പാർട്ടികൾ ഇടപെടുന്നതിനാണ്. ആ ഇടപെടൽ വഴി അവർക്കൊരു ആശ്വാസം കൊടുക്കുമ്പോൾ അതിൻ്റെ വോട്ട് നമുക്കൂടെ കിട്ടണം. അതൊരു അണ്ടർലൈനിങ് ക്യാരക്ടറാണല്ലോ. ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പ്രധാനമന്ത്രി കണ്ടു. അതിൻ്റെ പിന്നിലും ഇതുപോലത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. പലപ്പോഴും പിന്നെ കാസർഗോഡ് മഞ്ചേശ്വരം സുരേന്ദ്രൻ തോൽക്കുന്നത് വളരെ തുച്ഛമായ വോട്ടിനാണ്. 100-ൽ താഴെ വോട്ടുകൾക്കൊക്കെ 100-ൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ മുമ്പത്തെ തവണ 400 ചില്ലാൻ വോട്ടുകൾക്കൊക്കെയാണ് പരാജയപ്പെട്ടത്. അപ്പം അത് കാണിക്കുന്നത് ചെറിയ ഒരു സപ്പോർട്ട് ഇവരുടെ ന്യൂനപക്ഷ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. പക്ഷെ അവർ വലിയ കൺസിഡറബിൾ വോട്ടുമാണ്. ഇനിയിപ്പോൾ 2020 ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് 2020 വികസന പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും കൂടെയാണ്. 2020 ഒരു പാലമാകുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു ഡയറക്റ്റ് ബ്രിഡ്ജാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന്. വേറൊരു വിധത്തിൽ വികസനവും പിന്നെ ആനുകാലിക പ്രശ്നങ്ങൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതവർക്കറിയാം. അത് അവർക്ക് പലപ്പോഴും പരിഹരിക്കാൻ കഴിയാറുമില്ല. ഈവൻ UDF വന്നിട്ട് പോലും, KM മാണി ഉണ്ടായിട്ട് പോലും അവർക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നില്ല. ചിലതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമാണ്. അവർ ന്യൂനപക്ഷമാണെന്ന് പറയുകയും അവർക്ക് ന്യൂനപക്ഷത്തിൻ്റെ പല ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും എന്നിട്ടും അവർ മുസ്ലിം പിന്നെ മതസംഘടനകളോടും ആ പാർട്ടികളോടും ഒക്കെ ഒത്തു നിൽക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കും എക്സിസ്റ്റൻസ് ഭീഷണി കേരളത്തിലുണ്ട്. അവരുടെ ഇപ്പോൾ ഹിന്ദുവിലെ അപ്പർ കാസ്റ്റിലുള്ളവർ വിദേശത്തേക്കൊക്കെ പോയി വേറെ പലയിടത്ത് ജോലി തേടുന്ന പോലെയാണ് ക്രിസ്ത്യാനിയിലെയും കുട്ടികൾ അന്യ സ്ഥലങ്ങളിൽ പോവുകയാണ്. അവർക്ക് സംവരണമില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, യാതൊരു പിന്നെ ഫീസ് ഇളവില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ അവസാനം ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒന്നും ആയില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇതാണ്, അവർ പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കറിയാം. പിന്നെ നമ്മുടെ മണിയാശാൻ പറഞ്ഞ പോലെ കാശും വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വോട്ട് തന്നില്ലേ പിന്നെ അതിലേക്ക് എന്തിനാണ് നമ്മൾ വെച്ച് ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ച പോലത്തെ ഒരു സമീപനം ഉണ്ട് അവിടെ. അപ്പോൾ BJPക്ക് ഇപ്പോൾ ക്രിസ്ത്യാനികളെ ആവശ്യമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് BJPയെയും പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ തിരിച്ചടി LDFനുണ്ടാകും. അതെ അല്ലേ? LDFിലേക്ക് വോട്ടുകൾ ഒന്നും പോകാൻ ഒരിക്കലും വഴിയില്ല. അതൊരു സംശയമില്ല. ഇപ്പം പിന്നെ ലേറ്റസ്റ്റ് ലോക് പോൾ എന്ന് പറഞ്ഞൊരു സർവേ നടത്തിയ സർവേ ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ ആകില്ല. കാരണം അതൊരു കൃത്യമായ സമയത്ത് നടന്നൊരു സർവേ എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിച്ചിട്ടില്ല. അതൊക്കെ പ്രധാന ഘടകങ്ങളാണ്. ഇനി അത് കഴിഞ്ഞാലേ ഇപ്പോഴത്തെ ഒരു ഭരണ രീതി കണ്ടിട്ട് മാത്രമുള്ള ഒരു സർവേ മാത്രമാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു സർവേ മാത്രമാണ്. അത് നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. 81 വോട്ടിൽ സീറ്റിലധികം UDFന് കിട്ടും, 51-നും 58-നും ഇടയ്ക്ക് LDFന് കിട്ടും എന്ന് പറയുന്നത് തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ട്രെൻഡ് വെച്ചിട്ടുള്ള ഒരു സർവേ എന്ന് വേണമെങ്കിലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്യുന്നത് CPMന് പാഠമാകേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ കേരളത്തിൽ വരും. അതെ. അപ്പോൾ ഈ കേരളത്തിലെ ബിഷപ്പുമാരുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. മുമ്പ് തൃശ്ശൂരിൽ ഇതോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ തൃശ്ശൂരത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വേറെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പദവിയിൽ അദ്ദേഹം വ്യക്തിപരമായി തൃശ്ശൂരിലെ ക്രൈസ്തവർ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അവിടെ ഏകദേശം 30% ഉണ്ട്, 29% ഉണ്ട് തൃശ്ശൂര്. അപ്പൊ അവിടെയും ഈ 29%, 30% എന്നൊക്കെ പറയുമ്പോഴേ ഈ 10 പേര് വോട്ട് ചെയ്യുമ്പോൾ 3 പേര് ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ 10 പേരിൽ 3 പേര് അവർ എൻ ബ്ലോക്ക് ആയിട്ട് ഒരിടത്ത് വോട്ട് ചെയ്യുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിൽ കുറച്ച് വോട്ട് മുഴുവൻ കിട്ടിയില്ലെങ്കിലും കുറേ വോട്ടെങ്കിലും ഇപ്പോൾ 2020 വഴിയൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻ പാർട്ടി എന്നൊരു പാർട്ടി ശരിക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടി LDFിൽ നിൽക്കുന്നെങ്കിലും അവർക്ക് ക്രിസ്ത്യൻ താല്പര്യങ്ങൾ പലതും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ബിഷപ്പുമാർക്കും അണികൾക്കും പരാതിയുണ്ട്. PJ ജോസഫിനും അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പം
കേരള കോൺഗ്രസ്സുകളുടെ പ്രസക്തിയും കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2020 ആ സമയത്ത് ഉയർന്നു വന്നത് ഒരു പക്ഷേ കേരള കോൺഗ്രസ്സിന് ഒരു ബദലായി ക്രിസ്ത്യാനികൾ ചിന്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടെയാണ് എന്നുള്ളതാണ്. അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം കേരളത്തിന് അനിവാര്യമാണ് എന്നുള്ളത് ചരിത്രപരമായും അല്ലാതെ ഇപ്പോഴത്തെ ഡെമോഗ്രാഫി അനുസരിച്ചും ബോധ്യമാക്കുന്ന ഒന്നാണ്. കേന്ദ്രത്തിൽ ഭരണം ഇരിക്കുന്നിടത്തോളം കാലം ക്രിസ്ത്യാനികൾക്ക് ഇവിടെ വിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും BJPയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അത് മറ്റ് പല സംസ്ഥാനങ്ങളിൽ അവരെടുക്കുന്നുണ്ട്. ഗോവയിൽ അത്തരത്തിൽ ഗവൺമെൻറ് ഷെയറിംഗ് വരെ നടത്താനായിട്ട് ഗവൺമെൻറ് വ്യക്തമായ സപ്പോർട്ട് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. മിസോറാമിൽ, മണിപ്പൂരിൽ, നാഗാലാൻഡിൽ, മണിപ്പൂരിൽ ഇത്രയും കലാപം നടന്നിട്ടും അവിടെ ഇപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ സപ്പോർട്ടുകൾ പലർക്കും കിട്ടുന്നുണ്ട്, BJPക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ക്രിസ്ത്യാനികൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു സാന്നിധ്യം ഇവൻ തമിഴ്നാട്ടിലുണ്ട്. 6% ക്രിസ്ത്യാനികൾ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് BJPക്ക് തെക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വേരുറപ്പിക്കുന്നതിന് ക്രിസ്ത്യൻ ഐക്യം ആവശ്യമാണ്. അത് പെട്ടെന്നുണ്ടാകില്ല, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു പാലമാണ് 2020യും സാബുവും ജേക്കബും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും ആയിട്ടുള്ള കിരൺ റിജ്ജുവിൻ്റെ ചർച്ച. അതുപോലെ തന്നെ ഇപ്പം പാത്രിയാർക്കീസ് അവിടെ പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തുന്നത്. ഇതെല്ലാം അത് തന്നെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കി BJPക്ക് കുറച്ചുകൂടെ സീറ്റുകൾ കിട്ടുന്ന ഒരു നിലയിലേക്കാണ് അവർ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.